വന്നേക്കണുണ്ടോ? ആരാ നടക്കുന്നോണ്ടാണ് ഇവിടെ കഴുകണേ, അല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ കഴുകാറില്ല. അവർ ഹിന്ദി പറയണ മുഴുവൻ പല വീഡിയോയിലും ഉണ്ടാവും. ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഏപ്രിൽ ലാസ്റ്റ് തീരുമെന്ന് ഓർത്ത് മെയ് മിഡിലാവും കഴിയുമ്പോൾ. ചാള അയില, അയിലയ്ക്ക് പിന്നെ ക്ലീനിങ് അധികം ഇല്ലല്ലോ, വേളൂരി ഒന്നും ക്ലീൻ ചെയ്യൂല. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മുടെ കറിവേപ്പിനെ കാർന്ന് തിന്നുകൊണ്ടാണ് പാഷൻ ഫ്രൂട്ട് ചെടി ഇങ്ങനെ വളർന്ന് പന്തലിച്ചേക്കണേന്ന്. ആ കറിവേപ്പിൻ്റെയും പാഷൻ ഫ്രൂട്ടിൻ്റെയും ക്ലോസപ്പ് ചിത്രമാണിത് കേട്ടോ. പക്ഷേ എത്രയ്ക്കായാലും അതൊരു മനോഹരമായ പച്ചപ്പിൻ്റെ ദൃശ്യമായതുകൊണ്ട് കണ്ണിന് ആനന്ദം പകരാൻ ഇതിലും നല്ലൊരു ദൃശ്യം വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ദൃശ്യത്തിലൂടെ തന്നെ തുടങ്ങാമെന്ന് വെച്ചു. ഇന്ന് വളരെ റിയൽ ലൈഫിൽ കാണിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്ന് നല്ല പണിയുടെ മൂർധന്യത്തിൽ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പം നമുക്ക് എടുക്കുന്ന അത്രയും എടുക്കാം. നല്ല ഒന്നാന്തരം ഫ്രഷ് കൊഴുവയാട്ടോ. രാവിലെ എണീറ്റ് പറമ്പിൽ നടക്കുക. കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ ഇവിടെയൊക്കെ പുല്ല് വെട്ടി ക്ലീൻ ചെയ്തതും അതിൻ്റെ റേറ്റ് പറഞ്ഞതും ഒക്കെ. ഇപ്പം കണ്ടോ, ഒരു 2-3 വേനൽ മഴ പെയ്തപ്പോഴേക്കും ഈ അവസ്ഥയായി. വെറും 4 മാസമായുള്ളൂ വെട്ടിയിട്ടെന്നാണ്. മതിൽ വെട്ടുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇവിടത്തെയും പുല്ല് വെട്ടിയത്. ഇപ്പം മതിൽ വെട്ട് തീർന്നു, ഗേറ്റ് വെച്ചപ്പോഴേക്കും ഇവിടെ കംപ്ലീറ്റ് പുല്ലായി. ഞാൻ വെറുതെ ഒരു കോഴി ഒഴിച്ച് കിട്ടിയ നാളെ വൃത്തിയായിട്ട് കെട്ടുമ്പോൾ കാണിക്കാം. നാളെ പശുവല്ല, ചിലപ്പോൾ മറ്റേ ചേട്ടൻ പണിയാൻ വരും. കിട്ടി വൃത്തിയായിട്ട് കാണിക്കാത്തത്. കാറ്റത്ത് പോയ അത്രയും വലിയ കാന്താരിയല്ലേ, അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് താൽക്കാലിക മുട്ടുശാന്തി. ഇപ്പോൾ ഒരു കാറ്റ് വരുമ്പോഴേ പെടന്ന് വീഴുന്നത് പോവില്ല. അത്രയും വലുതായ സാധനം പോയാൽ ശരിയാവില്ല. അത് കണ്ടാണ് അമ്മ ഇങ്ങോട്ട് വന്നത്. അത് എൻ്റെ കയ്യിൽ ഇരിക്കുമായിരുന്നു. അതവിടെ വെച്ചേച്ച് പോന്നു കഴിഞ്ഞാൽ അക ഒത്തി തിന്നില്ല. അപ്പടെ കുറച്ചേ ഉള്ളൂ വറക്കാന്ന് നിർത്താം. ഒരു തീരെ പറ്റിച്ചതിൻ്റെ ബാക്കി ഇരുന്നു. പുല്ല് നോക്കണം, എന്നെ പിടിക്കരുത്, നോക്കണം, പുല്ലല് നോക്കണം. നനഞ്ഞു കിടക്കണോണ്ട് ഈ ജന്തുക്കളൊക്കെ കാണും. നനവുള്ള കൊണ്ടാ പ്രശ്നം. വന്നേക്കണുണ്ടോ? ആരാ പറക്കാൻ? ഇത് കണ്ടുകൊണ്ട് കാക്ക ഇപ്പൊ ഇവിടെ ഒരു സ്ഥിര സങ്കേതമാണെന്ന് ഒരു ധാരണയിലേക്ക് കാക്ക എത്തിന്ന് തോന്നുന്നു. അല്ല, ഇവിടെ കഴുക്ക് മുഴുവൻ നമ്മളെന്താന്ന് വെച്ചാല് പുറകില് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നോണ്ടാണ് ഇവിടെ കഴുകണേ, അല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ കഴുകാറില്ല. കാലത്തെ പക്ഷെ അവര് വന്യജീവിയാണ് അവിടെ കഴുകും. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ രക്ഷയില്ല. അതെ, പണി നിർത്തി. തേപ്പ് ഭയങ്കര താമസമാണ്. 2-3 ദിവസമായി തേപ്പ് തുടങ്ങിയിട്ട്. 2 ദിവസം കൂടെ കാണും. തിങ്കൾ ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്കും തീരുമായിരിക്കും. പിന്നെ വഴിയിട്ട് ഇറങ്ങിക്കോളും. അത് സാരമില്ല. തേപ്പ് ഇവിടുത്തെ കഴിഞ്ഞാൽ തന്നെ നമുക്കതിൽ നടക്കാൻ ഉള്ള സൗകര്യമാവില്ല എന്ന് ഓർക്കാം. ശബ്ദം കേൾക്കായിരിക്കും നിങ്ങൾക്കൊരു പക്ഷെ. അത് കേൾക്കാം. അവർ ഹിന്ദി പറയണ മുഴുവൻ പല വീഡിയോയിലും ഉണ്ടാവും. എന്നൊക്കെയാണോ അവർ പറയണേ, നമുക്കറിയില്ലാത്തോണ്ട് വീഡിയോയിൽ അതൊക്കെ വന്നിട്ടുമുണ്ട്. പിന്നെ എടുക്കുമ്പോ പിടിച്ചത് വെച്ചേക്കണുണ്ട്. ഞാൻ പറിക്കാറുണ്ട്. ഇത് മുളയ്ക്കാനുള്ള മഴ പെയ്യുന്നുണ്ടല്ലോ, ആ വൃത്തി. കൺസ്ട്രക്ഷൻ പണി തുടങ്ങിയതിന് ശേഷം ആകെ അവതാളത്തിലായി എല്ലാ കാര്യവും. ഭക്ഷണം തന്നെ പ്രശ്നത്തിൽ. ഒരു ഏപ്രിൽ ലാസ്റ്റ് തീരുമെന്ന് ഓർത്ത് മെയ് മിഡിലാവും കഴിയുമ്പോൾ. അതെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പെയിൻറ്റിങ്. ഇത് കഴിഞ്ഞിട്ട് വേണം. എല്ലായിടവും ഒന്നും പെയിൻറ്റിങ് ഇല്ല കേട്ടോ, വർക്ക് നടന്നിടം മാത്രം. ഗേറ്റ് 2 ഫ്രണ്ടിൽ കുറച്ച് ഭാഗം മതിൽ, പിന്നെ വർക്ക് ഏരിയ ഫുള്ള്, വർക്ക് ഏരിയയുടെ അകവും പുറവും, പിന്നെ അതിനോട് ചേർന്നുള്ള ഒരപ്പരയുടെ കുറച്ച് ഭാഗമൊക്കെ തേക്കേണ്ടി വന്നായിരുന്നു ഇതിൻ്റെ ഒപ്പം. അപ്പോൾ ആ ഭാഗം ഇങ്ങനെയൊക്കെ പെയിൻറ്റിങ് അത്രയും ഭാഗമുള്ളൂ. ഫ്രണ്ടിലൊന്നുമില്ല, വേറെ ഭാഗമൊന്നുമില്ല. വർക്ക് ചെയ്തിടം മാത്രം ടച്ച്. ഇപ്പം ഏറെക്കുറെയൊക്കെ കഴിഞ്ഞു കേട്ടോ. പുല്ല് പറിച്ച് വെച്ചേക്കണത് കണ്ടോ? ഇത്രയും പുല്ലുണ്ടായിരുന്നു ഇവിടെ, കണ്ടോ? ഇപ്പം ഏറെക്കുറെയൊക്കെ നീറ്റായി, അത്യാവശ്യമൊക്കെ.
അല്ല ഇതിൽ കൂടെ ഇപ്പം നമുക്ക് ചെയ്യാൻ വേറെ മാർഗവും ഇല്ല കേട്ടോ. ദൂരം കൊല്ലാൻ നോക്കി അരമണിക്കൂർ കൊണ്ട് കുറച്ചാണ് കരികിലെ കൂട്ടാണ് അപ്പം പറയും. ഇന്നില്ല തിങ്കളാഴ്ച ഇനിയും ഉണ്ടല്ലേ ബാക്കി. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഇനിയിപ്പോൾ മഴ പെയ്താൽ 2 ആഴ്ചയൊന്നും പോരാ, ആഴ്ചയിൽ ഒരിക്കൽ പുല്ല് പറിക്കും. ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരി ജൂണിലേ വരുവോളോ വേറെ ആവശ്യത്തിന് പോയപ്പോൾ. ഇവിടെ ഞാൻ നട്ട ഓറഞ്ച് ജാക്കിന് അമ്മ വെള്ളം നനയ്ക്കുക. അത് ഒരു കുഴപ്പമുണ്ടായിരുന്നു. കുഴപ്പമൊന്നും അറിയാൻ പറ്റില്ല. ഒരു കൊമ്പിറക്കിയപ്പോൾ ഒരു സൈഡിലേക്ക് ഇത് താഴത്തേക്ക് കിടപ്പുണ്ടായിരുന്നു കൊമ്പുകൾ. ഒരു സൈഡിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ അന്നേരം അതിലേക്ക് വീണില്ല, കൊമ്പ് അവർ മാറ്റിയപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് മുട്ടി ഒരു തളിരി പോയായിരുന്നു. അപ്പോൾ തളിരി പോയി അപ്പം തന്നെ അവർ വെള്ളം കൊണ്ടുപോയി ഒഴിച്ചതിൽ മുടിഞ്ഞു പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി എല്ലാ ദിവസവും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. പക്ഷേ ഇങ്ങനെ ഒരു ചെറിയ നാമ്പ് ഇത്രയും കടന്നു പോയത് അവരുടെ ഉരുട്ടി മാറ്റിയപ്പോൾ ഉള്ള മിസ്റ്റേക്ക്. അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതിപ്പോ വന്നു വാഴക്കച്ചി ഇവിടം വരെയായോ? ഡയറക്റ്റ് വെയിലടിക്കും. വെയിൽ അടിച്ച് ചെടി പോകാതിരിക്കാൻ ഒരുപാട് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കാലഹരണപ്പെട്ട് വീണു. ഇനി സാറിയില്ല, ഒരാഴ്ച കഴിയുമ്പോൾ മഴയായല്ലോ, അതുകൊണ്ട് അത് പോവാതെ നിന്ന് റോട്ടിലേക്ക് വെള്ളം വീഴാൻ വേണ്ടി. വാഴക്കച്ചി ഇവിടെ ഇട്ടേക്കണ്. അത് ഇത്ര ഒരുപാടുണ്ടായിരുന്നു അതിന് മുഴുവൻ, അതുകൊണ്ടത് പോയില്ല ഒട്ടും. വേനലായതുകൊണ്ട് തണുപ്പ് കിട്ടാനിട്ട് ഭയങ്കര വെയിലായിരുന്നു. ഡയറക്റ്റ് വെയിലില്ലേ കിഴക്കേക്ക്, പക്ഷെ വെയിലടിക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഉണ്ടാവും. അതെ കൊഴുവ വലിയ കൊഴുവയാണ്. അതുകൊണ്ട് വെട്ടാനെളുപ്പം. ടേസ്റ്റ് പക്ഷെ സൂചിക്കൊഴുവയ്ക്കാണ്. പണ്ട് ഞാൻ എടുക്കേണ്ടി വന്നു. നല്ല രുചിയായിരുന്നു. അത് ക്ലീൻ ചെയ്ത് കിട്ടുന്നത് കൊണ്ട് പിന്നെ സൗകര്യമായിരുന്നു. ഇവിടെ ഇങ്ങനെയുള്ള ചെറുമീൻ ക്ലീൻ ചെയ്യൂല. ചാള, അയിലയ്ക്ക് പിന്നെ ക്ലീനിങ് അധികം ഇല്ലല്ലോ. വേളൂരി ഒന്നും ക്ലീൻ ചെയ്യൂല. കൊഴുവ, നന്ദൻ, കുറിച്ചിയൊന്നും. കണ്ടോ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. മണം അടിക്കണ്ടോ? എനിക്ക് നന്നായിട്ട് മണം അടിക്കുന്നുണ്ട് കേട്ടോ. ദേ കണ്ടു, അങ്ങ് ദൂരെ മാറി നിന്ന് പ്രധാന പണികളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും അപ്പയും. അപ്പോൾ അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ടല്ലോ, അത് ആ ഓർഡറിൽ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ബോറടിക്കുമല്ലോ. അപ്പോൾ നാളെ നമുക്കൊരു പ്രധാനപ്പെട്ട പണി വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ. അതെ മാങ്ങ വീണ് കിടക്കും. അത് കൊള്ളില്ലാത്ത മാങ്ങയാ. കാറ്റുണ്ടാവും തോന്നണല്ലേ. ഞാൻ പോട്ടെ, പൊക്കത്തിൽ ചെന്ന് എടുത്തോണ്ട് വരട്ടെ. ഇവിടെ നിന്നോട്ടോ, പൊക്കത്തില് എടുക്കണത് അവിടെ തന്നെ ഇടാനുള്ളതാ. വീടിന്റെ മേൽക്കൂരയിലെ മഴക്കാറ് കണ്ടോ? ഞാൻ പൊക്കത്തിൽ പോയിട്ട് വേഗം വരാം. ഈ മഴക്കാലത്ത് കാപ്പിമരം കുറച്ച് നടണം. നമ്മുടെ നട്ടത് ചിലപ്പോൾ വളരുമായിരിക്കും ഈ മഴക്കാലത്ത്. അങ്ങനെ ദേ വറുത്ത് എണ്ണ വാലാൻ വെച്ചേക്കണുണ്ടോ കൊഴുവ കുട്ടന്മാരെ. നല്ല രുചിയുണ്ട് കേട്ടോ, ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ വാർത്തി വച്ച് കഴിഞ്ഞാൽ എണ്ണ പിടിക്കില്ല. അല്ലെങ്കിൽ കുറച്ചു നേരം അതിൽ ഇരിക്കുമ്പോൾ എണ്ണയിൽ തന്നെ കിടന്നാലേ എണ്ണ പിന്നെയും പിടിക്കും. എണ്ണ കുഴഞ്ഞിരിക്കും.
അപ്പോൾ ഇന്ന് അധികം റിയൽ ലൈഫ് ആക്ടിവിറ്റീസ് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല എന്ന് എനിക്കറിയാം. കാരണം ഇന്ന് പണി നല്ല മൂർധന്യാവസ്ഥയിലായതുകൊണ്ട് അധികം എനിക്ക് ക്ലിപ്പിങ്സ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയാം. വരുന്ന വീഡിയോയിൽ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കഴിക്കുന്നത് ഓട്സ് കഞ്ഞിയാണേ.